ഈ CCTV ദൃശ്യം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഇന്നലെ രാവിലെ 8:20 കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവ് ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന്, ഇന്ദിരാനഗറിലെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, അതായത് രക്ഷപ്പെടുന്ന CCTV ദൃശ്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. പോലീസിന്റെ നിഗമനമനുസരിച്ച് 25-ാം തീയതി രാവിലെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം നടന്ന് ഒരു ദിവസം ഈ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ആരവ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മുറിയിൽ നിന്നും ഒരു ചാക്കും അതോടൊപ്പം തന്നെ കയറും കണ്ടെത്തിയിട്ടുണ്ട്. ആരവ് ഈ കൊലപാതകത്തിന് ശേഷം ഈ യുവതിയെ ഈ ചാക്കിൽ കെട്ടി പുറത്ത് ഉപേക്ഷിക്കാനൊരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നതാണ് പോലീസിന്റെ ഒരു അനുമാനം. പക്ഷെ അത് സാധിക്കാതെ വന്നതോടെയാണ് രക്ഷപ്പെടാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ഈ ആരവ് അതിനുശേഷം ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ക്യാബ് വിളിച്ച്, അതായത് ഓൺലൈനിലൂടെ കാറ് ബുക്ക് ചെയ്ത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ ക്യാബ് ഡ്രൈവർ ഇപ്പോൾ ആരവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ആരവ് ട്രെയിൻ കയറിയിട്ടുണ്ടോ, പിന്നീട് എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും പോലീസിന് വ്യക്തതയില്ല. കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള പോകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ആരവ്. കേരളത്തിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ തന്നെ കേരള പോലീസിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ആരവിന്റെ വീട്ടിലും ബന്ധുവീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആരവ് അവിടെയൊന്നും എത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക്, അതായത് ഗോവയിൽ ഉൾപ്പെടെ ആരവിന് സുഹൃത്തുക്കളുണ്ട് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ആ രീതിയിലുള്ള വിശാലമായ അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടന്നിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി അരുൺ, എന്തായാലും പ്രദീപ്, ആരവ് കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അയാൾ കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ കേരള പോലീസ് കൂടി ബംഗളൂരു പോലീസിനൊപ്പം ഈ അന്വേഷണത്തിൽ സഹകരിച്ചേക്കും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.